വളരെ ഗൗരവത്തോടെയുള്ള ഒരു പഠന കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളെ മുൻനിർത്തിയുള്ള പ്രകടന പത്രികയുമായാണ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത്. ഇന്ന് ഈ സർക്കാർ ഒരു വർഷം തികക്കുന്ന ഈ വേളയിൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. കൃഷി, ആരോഗ്യം, വ്യവസായം, വാണിജ്യം, ശിശുക്ഷേമം അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഞാനിതിനെ നോക്കിക്കാണുന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ ഇത്തരം പ്രയോജനപ്രദമായ പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെയും വളരെ ചെറിയ വിഷയങ്ങളെ പോലും അല്ലെങ്കിൽ കൃത്രിമമായ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചർച്ചയാവുകയും ഇത്തരം നല്ല വിഷയങ്ങളെ ജനങ്ങൾക്ക് എത്തിക്കുന്നത് തടയാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് അവരിടപെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആസൂത്രിതമായ ചർച്ചകൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ശ്രദ്ധ ആ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ഇത്തരം ഫലപ്രദമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും തടയുകയും ചെയ്യുന്നു. ഞാനിവിടെ മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായൊരു അജണ്ടയോട് കൂടിയാണ് ഇത്തരം മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ ഉടമസ്ഥത ആരുടെ കയ്യിലാണ്? ഇവരുടെ എല്ലാം മൂലധനം എവിടെ നിന്നാണ്? ഇവരുടെ രാഷ്ട്രീയം എന്താണ്? ഇവരുടെ കോർപ്പറേറ്റ് താല്പര്യം എന്താണ്? ഇതെല്ലാം നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ മതേതരത്വത്തിനും അഖണ്ഡതയ്ക്കും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമത്തിൻ്റെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ വ്യസനത്തോടു കൂടി മാത്രമേ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്കിത് നോക്കിക്കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ നമ്മുടെ മാധ്യമങ്ങളുടെ ഇത്തരം പൊള്ളയായ ഈ സംസ്കാരത്തെ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കുക എന്നുള്ളത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.